നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാടറിയിക്കണമെന്ന് ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേരളത്തിന് കേന്ദ്ര ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് തീരുമാനം വേണമെന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ CPI. ADGPയെ മാറ്റണമെന്ന കാര്യം മന്ത്രി K രാജനാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും CPI വ്യക്തമാക്കി. റിപ്പോർട്ട് വന്നതിനു ശേഷം നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. 56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ സൈനികൻ തോമസ് ചെറിയാന് വീരോചിത അന്ത്യയാത്ര നൽകി നാട്. ലേ ലഡാക്കിൽ 56 വർഷം മുമ്പുണ്ടായ അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാന്റെ മൃതദേഹം തിങ്കളാഴ്ചയാണ് മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്തത്. ധീരസൈനികന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗത്ത് നിന്നും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് ഒഴുകിയെത്തിയത്. ജമ്മു കാശ്മീരിനെ തെറ്റായി ചിത്രീകരിച്ച് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭൂപടം ഇസ്രായേൽ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഭൂപടം നീക്കിയത്. ഭൂപടം നീക്കിയെന്നും എഡിറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണെന്നും ഇന്ത്യയിൽ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ വിശദീകരിച്ചു. PV അൻവർ MLAക്കെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു. ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് PV അൻവറിനെതിരെ മഞ്ചേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് ലോറി ഉടമ മനാഫ്. സൈബർ ആക്രമണത്തിനെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് പ്രതികരണം. മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിച്ചത്. തന്നെ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പ്രതികരിച്ചു. നവകേരള മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ക്ലീൻ ചീട്ട് നൽകിയതിനെ ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ്. തെളിവില്ലെന്ന ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ വിചിത്രവാദത്തെ ഖണ്ഡിച്ച് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അനിൽകുമാർ, സന്ദീപ് എന്നീ 2 ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് തല്ലുന്നതായാണ് ദൃശ്യങ്ങളിലുള്ളത്. KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും സംസ്ഥാന ഭാരവാഹി അജയ് ജുവൽ കുര്യാക്കോസിനെയുമാണ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. തിരുവനന്തപുരം വെമ്പായം ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. പഞ്ചായത്തിലെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ LDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJP പിന്തുണയോടെ പാസായി. പിന്നാലെ UDFന് ഭരണം നഷ്ടമാകുകയായിരുന്നു. പരീക്ഷാ ഭവന് മുന്നിൽ പോലീസുകാരൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. മലപ്പുറം ASP ക്യാമ്പിലെ പോലീസുകാരനായ ശ്രീജിത്താണ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പരീക്ഷാ ഭവനിലെ ജീവനക്കാരിയായ സുഹൃത്തുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ആത്മഹത്യാശ്രമം. ശ്രീജിത്തിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുപ്രസിദ്ധ മയക്കുമരുന്നു കടത്തുകാരൻ മൂർഖൻ ഷാജി പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. വൻതോതിൽ ലഹരി കടത്തിയ 4 കേസുകളാണ് സംസ്ഥാനത്ത് ഇയാൾക്കെതിരെ നിലവിലുള്ളത്.
തൂത്തുക്കുടി വഴി ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് ബ്യൂറോയുടെ അടക്കം അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് മൂർഖൻ ഷാജിയെ പിടിയിലാകുന്നത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.